മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസയാത്രയ്ക്ക് മലയോരത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസയാത്രയ്ക്ക് മലയോരത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിന് നാം തെല്ലും, വിരൽ ചൂണ്ടാൻ കരുത്തോടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മഹിളാ സാഹസയാത്ര നടത്തുന്നത്. യാത്രയ്ക്ക് കരുവള്ളൂർ, പാടിയോട്ടുചാൽ, പുളിങ്ങോം എന്നിവിടങ്ങളിൽ പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണം നൽകി. പാടിയോട്ടുചാലിൽ സ്വീകരണ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് വയക്കര മണ്ഡലം പ്രസിഡന്റ് KP തങ്കമണി അധ്യക്ഷത വഹിച്ചു. 4 മണ്ഡലങ്ങളിലൂടെ 162 ദിവസം പിന്നിടുന്ന യാത്രയാണ്. കാസർഗോഡ് കഴിഞ്ഞ ജനുവരി 4-ന് തുടങ്ങി 10-ന് അവിടെ അവസാനിച്ചു. ഇന്ന് കണ്ണൂർ ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ 115 മണ്ഡലങ്ങളിലൂടെ 13 ദിവസം ജനുവരി 25 വരെയാണ് ഈ യാത്ര തുടരുന്നത്. അതിൽ ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ഈ യാത്ര കടന്നു വരുന്നത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ പൂർണ്ണമായി ഇല്ലാതാവുന്ന ഒരു കാലഘട്ടം ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്നിപ്പോൾ സ്ത്രീക്കും വോട്ടവകാശമുണ്ട്, പുരുഷനും വോട്ടവകാശമുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വോട്ടിന്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഒരേ അവകാശമാണ്, എല്ലാവരുടെയും വോട്ടിന് ഒരേ പ്രാധാന്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ അവഗണനയും ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വതന്ത്ര ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ മുതൽ അതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ നമുക്ക് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. ലോകത്ത് സ്ത്രീകൾക്ക് 1911-ലാണ് ബ്രിട്ടനില് സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം. ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ നേരത്തെ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടാകുന്നത് 1911-ലാണ്. 100 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ലോകത്തെ എമ്പാടും ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശക്തിപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് കൂടി വോട്ടവകാശം ഉണ്ടാകുകയും സ്ത്രീകൾ മുഖ്യ ധാരയിലേക്ക് കടന്നു വരികയും
കടകളും മാവേലി സ്റ്റോറുകളും ഒക്കെ ആശ്രയിച്ചിരുന്ന കേരളത്തിലെ ലക്ഷക്കണക്കായി വരുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, ജയലക്ഷ്മി ദത്തൻ, രജനി രമാനന്ദ്, മിനിമോൾ, നസീമ ഖാദർ, കെ സിന്ധു, ടി സി പ്രിയ, അത്തായി പത്മിനി, ടി പി ശ്യാമള, മഹേഷ് കുന്നമ്മൽ, ഉഷാ മുരളി, സബീന റഷീദ്, മിനി വേണുഗോപാൽ, എം ഉമ്മർ, രവി പൊന്നമ്പയൽ, എ കെ രാജൻ, കെ എം കുഞ്ഞപ്പൻ, കെ കെ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് ജെബി മേത്തർ പറഞ്ഞു. ഉണ്ടാക്കാൻ സാധിക്കും എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ജനം തയ്യാറായി നിൽക്കുകയാണ്. UDF-ന് വോട്ട് ചെയ്യാൻ, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വലിയ മുന്നേറ്റം കേരളം ഒട്ടാകെ കോൺഗ്രസിന് ഉണ്ടാകും. അത് നിങ്ങളുടെ പ്രദേശത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും വാർഡുകളിൽ കോൺഗ്രസ് ജയിക്കണം, UDF ജയിക്കണം എന്ന ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ അത് സാധ്യമാകും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയുമായി കടന്നു പോകുന്നത്. നമ്മൾ വിരൽ ചൂണ്ടുന്നത് ധൈര്യത്തോടെ, കരുത്തോടെ വിരൽ ചൂണ്ടുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് എതിരെ തന്നെയാണ്. പിണറായി വിജയൻ സംസ്ഥാനം ഭരിക്കുമ്പോൾ കേരളത്തിലെ അമ്മമാരുടെ വികാരമോ കണ്ണീരോ കാണാൻ തയ്യാറല്ല എന്നുള്ളതും, കേരളത്തിലെ അമ്മമാരെയും സഹോദരിമാരെയും ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് തള്ളിവിടുകയാണെന്നും നമുക്കറിയാം. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഷുഹൈബിന്റെയും ഷുക്കൂറിന്റെയും സിദ്ധാർത്ഥന്റെയും ഒക്കെ അമ്മമാരെന്ന് പറയുന്നത് അവരുടെ മാത്രം ദുഃഖമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ദുഃഖമാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി പോരാടും. ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നു. പക്ഷേ LDF-ന്റെ നേതാക്കന്മാർ, ജയരാജൻ ഉൾപ്പെടെയുള്ളവർ കൊലപാതകങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ, അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ജയിലുകളിലേക്ക് ഘോഷയാത്ര നടക്കുന്നു. സിവിൽ സർവീസ് മെയിൻ പരീക്ഷയിൽ വിജയിച്ച പാടിയോട്ടിച്ചാൽ സ്വദേശി കെ അഞ്ജലിയെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പുണ്യമണ്ഡലം 3 മണ്ഡലമാണ് കൊടുത്തത്. അതിൽ 2 മണ്ഡലം, പെരിങ്ങോം മണ്ഡലവും പുളിങ്ങോം മണ്ഡലവും 1, 2 സ്ഥാനത്ത് ആദ്യം രൂപീകരിച്ച മണ്ഡലം. ഇവിടെ പെരിങ്ങോം 2ാം സ്ഥാനത്ത് വാർഡ് കമ്മിറ്റി രൂപീകരിച്ച് അവർക്കൊരു ട്രോഫി അന്ന് വാഗ്ദാനം ചെയ്തതാണ്. സംസ്ഥാന അധ്യക്ഷ വരുമ്പോൾ കൊടുക്കുക എന്ന്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.